ജയശങ്കർ സാർ ആയാലും ശശി തരൂർ സാർ ആയാലും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. അതാണ് CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു ഏർലി പ്രിപ്പറേഷൻ സ്റ്റേജിൽ നിങ്ങളെ സഹായിക്കാൻ ലെജൻഡറി IAS മെൻറ്ററിന് സാധിക്കും. കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പോലുള്ള സബ്ജക്റ്റുകൾ അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നില്ല. ആവറേജ് 12 LPA എന്നുള്ള പാക്കേജിലാണ് ഒരുവിധം എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഏത് കോഴ്സിലേക്ക് അഡ്മിഷൻ വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഡൊമൈൻ പേപ്പേഴ്സാണ്. ഇവിടെ ജോബ് കിട്ടാൻ സാധ്യത കൂടുതൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കാൻഡിഡേറ്റിനാണ്. നമസ്കാരം, ലെജൻഡറി IAS മെൻറ്ററിൻ്റെ CUET എക്സ്പ്ലെയിനറിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് ലെജൻഡറി IAS മെൻറ്ററിൻ്റെ CUET ഫാക്കൽറ്റിയായ ശ്രീകുട്ടൻ സാറാണ്. വെൽക്കം സർ. നീറ്റ്, കീമ് പോലുള്ള ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാമുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ 2021 മുതൽ നമ്മൾ കേട്ടുവരുന്ന ഒരു ടേമാണ് CUET. എന്താണ് CUET? +2 കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ്, മെഡിസിൻ അങ്ങനെയുള്ള കോഴ്സസിലേക്ക് പോകുന്നവർക്കാണ് നീറ്റ്, കീം പോലുള്ള എൻട്രൻസ് എക്സാം. അതുപോലെ ഡിഗ്രി കോഴ്സ് ചൂസ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ഇപ്പോൾ നമ്മുടെ ജയശങ്കർ സാർ ആയാലും ശശി തരൂർ സാർ ആയാലും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി, JNU പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. അതുപോലുള്ള ക്വാളിറ്റി യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാനായിട്ട് ഒരു എൻട്രൻസ് എക്സാം എഴുതണം. അതാണ് CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇത് ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റാണ്. എല്ലാ യൂണിവേഴ്സിറ്റീസിനും കൂടെ ഒരു സ്ട്രീംലൈൻ ചെയ്തിട്ടുള്ളൊരു എൻട്രൻസ് എക്സാമാണിത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വൺ ഓഫ് ദ മേജർ ടേണിംഗ് പോയിന്റ് ആണ് 12th എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ആ കുട്ടി 12th ശേഷം ഏത് സ്ട്രീം എടുക്കുന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ചില കുട്ടികൾ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുമ്പോൾ ചില കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാറുണ്ട്. ഡിഗ്രി കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു സാധാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിൽ നിന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ എന്താണ് വ്യത്യാസമാക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. 2 കാൻഡിഡേറ്റ്സ് ഒരു ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യാണ്, ജോബ് ഇൻ്റർവ്യൂവിന്. അപ്പോൾ ഒരാൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചതും ഒരാൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതും, രണ്ടുപേരും പഠിച്ച കോഴ്സ് സെയിം ആണ്, രണ്ടുപേരുടെയും സ്കിൽ സെറ്റ്സും സെയിം ആണ്. ഇവിടെ ജോബ് കിട്ടാൻ സാധ്യത കൂടുതൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കാൻഡിഡേറ്റിനാണ്. കാരണം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെപ്യൂട്ടേഷനാണ്, അദ്ദേഹം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെപ്യൂട്ടേഷനാണ്. ഇനി അതുമാത്രമല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ച ഒരാളുടെ എക്സ്പോഷർ വളരെ വലുതായിരിക്കും. ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ള സ്റ്റുഡൻസ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിയർ ഗ്രൂപ്പ് അത്രയും ഡൈവേഴ്സ് ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടീം വർക്ക് എബിലിറ്റീസ് ഇതെല്ലാം ഇമ്പ്രൂവ് ആവും. അതുമാത്രമല്ല, ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് വളരെ വൈഡ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നല്ല സാലറിയിലുള്ള പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വളരെയധികം റിസർച്ച് ഫെസിലിറ്റീസും അലുമിനി സപ്പോർട്ടും ഇതെല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വളരെ മികച്ചതാണ്. സർ ഓൾറെഡി പറഞ്ഞല്ലോ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട് എന്ന്. അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? 2024 സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ പ്ലേസ്മെൻറ്റ് റിപ്പോർട്ട് റിലീസായിട്ടുണ്ട്. അതുപ്രകാരം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻറ്റിന്, അതായത് ലേഡി ശ്രീറാം കോളേജിലെ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിന് കഴിഞ്ഞ വർഷം 45 ലക്ഷം രൂപ പ്രതിവർഷം സാലറിയിലാണ് പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ആ കോളേജിൽ നിന്നുള്ള ഒരു ആവറേജ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 11.8 ലക്ഷം പെർ ഇയർ ആണ്. അതുപോലെ ഒരു JNUവിലെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിന്, IT പഠിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിന് ഏകദേശം 33 ലക്ഷം രൂപ സാലറിയിലാണ് പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് MCA സ്റ്റുഡൻറ്റിന് 35 ലക്ഷം രൂപ സാലറിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു ആവറേജ് 12 LPA എന്നുള്ള പാക്കേജിലാണ് ഒരുവിധം എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. നല്ല കമ്പനീസിൽ മികച്ച സാലറി പാക്കേജോടുകൂടി ജോലി കിട്ടാനായി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു നല്ല ഓപ്ഷനാണ്. ഡിഗ്രി പഠനം തിരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവർ തിരഞ്ഞെടുക്കുന്ന കോളേജ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ തിരഞ്ഞെടുക്കുന്ന കോഴ്സും. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് CUETയിലൂടെ അഡ്മിഷൻ ലഭിക്കുന്നത്? 250-ലധികം യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മൾ കേട്ട് പരിചയമുള്ള എല്ലാ കോഴ്സിലേക്കും CUET വഴി അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസസ് പോലുള്ള ആർട്സ് കോഴ്സസിലേക്കും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതിലുപരി പ്രൊഫഷണൽ കോഴ്സസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ്, ജേർണലിസം, ലോ, അഗ്രികൾച്ചർ പോലുള്ള കോഴ്സസിലേക്കും, പിന്നെ കൊമേഴ്സ് കോഴ്സസ് ആയിട്ടുള്ള BCom, BBA പോലുള്ള കോഴ്സസിലേക്കും, അതുമാത്രമല്ല ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള റോബോട്ടിക്സ് പോലുള്ള നൂതന കോഴ്സസിലേക്കും CUET വഴി അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CUETയിലൂടെ 250-ലേറെ യൂണിവേഴ്സിറ്റിയിലേക്കാണല്ലോ അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഇതിലേത് യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും നല്ലത്? അങ്ങനെ
ഒരു യൂണിവേഴ്സിറ്റിയെ മാത്രം നമുക്ക് സ്പെസിഫിക് ആയിട്ട് മികച്ചതാണെന്ന് പറയാൻ പറ്റില്ല. അതിനൊരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. അതിലൊന്നാണ് NIRF റാങ്കിങ്. യൂണിവേഴ്സിറ്റീസിനെ അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് റാങ്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് NIRF. NIRFിൻ്റെ റാങ്കിങ് പ്രകാരം JNU ആണ് ഏറ്റവും മികച്ച ഡിഗ്രി യൂണിവേഴ്സിറ്റി. പക്ഷേ ഒരു സ്റ്റുഡൻ്റ് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർ ഏത് കോഴ്സിന് പോകണം എന്നുള്ളതും മാറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അവിടുത്തെ എക്കണോമിക്സ്, കൊമേഴ്സ് കോഴ്സസ് വളരെ മികച്ചതാണ്. അതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ലിറ്ററേച്ചർ കോഴ്സസാണ് മികച്ചതായിട്ടുള്ളത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, ലോ, മീഡിയ പോലുള്ള കോഴ്സസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയാണ് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ ജാമിയ മിലിയയിലെ അലുമിനി സപ്പോർട്ടും വളരെ മികച്ചതാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ. സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പോലുള്ള സബ്ജക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പോലുള്ള സബ്ജക്റ്റുകൾ അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നില്ല. ഇതിൽ നിന്നും CUET എന്താണ് വ്യത്യാസമാക്കുന്നത്? ഞാൻ +2 സയൻസ് പഠിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ +2 കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. അതായത് എനിക്ക് എഞ്ചിനീയറിങ്ങിന് പോകാം, മെഡിസിന് പോകാം, ലോ പഠിക്കാം, പിന്നെ ഡിഗ്രി കോഴ്സ്, ആർട്സ് ആയാലും സയൻസ് ആയാലും ഡിഗ്രി കോഴ്സസിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഒരു ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻറ്റിന് ഇത്രയും വൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ധാരണ ഉണ്ടാവണമെന്നില്ല. പക്ഷേ CUETയിലേക്ക് വരുന്ന സമയത്ത് ഒരു വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് CUETയുടെ സ്കോറിൻ്റെ ബേസിസിലാണ്. CUETക്ക് നമ്മൾ ഏത് സബ്ജക്റ്റ് എടുക്കുന്നു, ഏത് സബ്ജക്റ്റ് എഴുതുന്നു എന്നതിൻ്റെ ബേസിസിലാണ്. അല്ലാതെ നമ്മുടെ +2 ഏത് സ്ട്രീം ആയിരുന്നു എന്നുള്ളത് അവിടെ മാറ്റർ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു +2 സയൻസ് പഠിച്ച കുട്ടി CUETക്ക് ആർട്സ് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആർട്സിലേക്ക് മാറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ +2 ആർട്സ് പഠിക്കുന്ന ഒരു കുട്ടി, +2 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് CUETക്ക് സയൻസ് സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് സയൻസിലേക്ക് പോകാൻ പറ്റും. പക്ഷേ അവിടെ യൂണിവേഴ്സിറ്റീസിൻ്റെ ക്രൈറ്റീരിയ മാറ്റർ ചെയ്യുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റീസ് +2 സയൻസ് പഠിച്ചവർക്ക് മാത്രമേ ഡിഗ്രി കോഴ്സസിലേക്ക് അനുവദിക്കുകയുള്ളൂ. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ സയൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ സയൻസ് ഡിഗ്രിക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന നോക്കുന്ന സമയത്ത് അവിടെ ഇൻ്റഗ്രേറ്റഡ് BSMS എന്ന് പറയും, അതായത് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MSc മാത്തമാറ്റിക്സ് കോഴ്സ് ഉണ്ട്. അതിന് ഏതെങ്കിലും ഒരു +2 ചെയ്താൽ മതിയാവും. +2ന് 50% മാർക്ക് വേണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ BSc സൈക്കോളജി ഉണ്ട് അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ. അതും ഏതെങ്കിലും ഒരു +2 50% പാസ്സായാൽ മതിയായിരിക്കും. അവിടെ സയൻസ് തന്നെ വേണമെന്നില്ല. അപ്പോൾ ഒരു കോഴ്സിന് പോകാനായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ ചിലപ്പോൾ സയൻസ് സബ്ജക്റ്റിന് സയൻസ് തന്നെ വേണമെന്നില്ലാത്ത യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ CUETയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി മനസ്സിലാക്കേണ്ടതാണ്. CUET എക്സാം ജനറലി ഏത് മന്താണ് കണ്ടക്ട് ചെയ്യാറ്? കൂടാതെ ആ എക്സാമിൻ്റെ പാറ്റേണിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കാമോ? +2 കഴിഞ്ഞ് ഏകദേശം 1 മാസത്തിനുള്ളിലാണ് CUET എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് മെയ് 1st വീക്ക് അല്ലെങ്കിൽ മെയ് 2nd വീക്കിലാണ് എക്സാംസ് വരാറുള്ളത്. ഇനി അതിൻ്റെ പാറ്റേൺ പറയാനാണെങ്കിൽ CUET അതിൻ്റെ സിലബസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷനിൽ വരുന്നത് ലാംഗ്വേജ് പേപ്പറാണ്. അവിടെ 13 ലാംഗ്വേജസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ കോഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതിയാൽ മതിയാകും. ഇനി രണ്ടാമത്തെ സെക്ഷനിലാണ് ഡൊമൈൻ പേപ്പേഴ്സ് വരുന്നത്. നമുക്ക് ഏത് കോഴ്സിലേക്ക് അഡ്മിഷൻ വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഡൊമൈൻ പേപ്പേഴ്സാണ്. അതായത് ഇപ്പോൾ എനിക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ അഗ്രികൾച്ചർ കോഴ്സിലേക്കാണ് അഡ്മിഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഡൊമൈനായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കോമ്പിനേഷനോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കോമ്പിനേഷനോ അതും അല്ലെങ്കിൽ ബയോളജി, കെമിസ്ട്രി, അഗ്രികൾച്ചർ എന്ന കോമ്പിനേഷനോ ആണ് എടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ സെക്ഷനിലാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നത്. അതായത് കറണ്ട് അഫയേഴ്സ്, അതുമാത്രമല്ല ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പേപ്പറിലാണ് വരുന്നത്. സർ പറഞ്ഞല്ലോ ഒരു സ്റ്റുഡൻറ്റിന് 5 പേപ്പറാണ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. അത് ഏത് അറ്റൻഡ് ചെയ്യുമെന്നെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണ്, നമുക്ക് പോകേണ്ട യൂണിവേഴ്സിറ്റി ഏതാണ് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യേണ്ട പേപ്പേഴ്സ് മാറും. അതായത് ഇപ്പോൾ അത് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ CUETയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഏത് യൂണിവേഴ്സിറ്റിയാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ യൂണിവേഴ്സിറ്റിക്ക് അവരുടെ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. അത് നോക്കിയിട്ടാണ് നമ്മളത് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫിസിക്സിൻ്റെ ഡിഗ്രിയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു ലാംഗ്വേജ് പേപ്പറും ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ പേപ്പറും ഫിസിക്സിൻ്റെ ഒരു പേപ്പറുമാണ് എഴുതേണ്ടത്. ഇനി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ അഗ്രികൾച്ചർ കോഴ്സിലേക്കാണ് എനിക്ക് അഡ്മിഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഡൊമൈനായിട്ട് 3 പേപ്പർ എഴുതിയാൽ മതിയാകും.
അതായത് ഒന്നുകിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, അതല്ലെങ്കിൽ ബയോളജി കെമിസ്ട്രി അഗ്രികൾച്ചർ, അതുമല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ്. ഈ കോമ്പിനേഷനിലുള്ള ഡൊമൈൻ മാത്രം എഴുതിയാൽ മതിയാകും. അവിടെ നമുക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെയോ ലാംഗ്വേജിൻ്റെയോ ആവശ്യമില്ല. ഇനി ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് സൈക്കോളജി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ പേപ്പർ മാത്രം എഴുതിയാൽ മതിയാകും. അപ്പോൾ ഈ പേപ്പർ സെലക്ട് ചെയ്യുന്നത് ഓരോ സ്റ്റുഡൻറ്റിനും ഇൻഡിവിജ്വലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവർക്ക് ഏത് യൂണിവേഴ്സിറ്റി വേണം, ഏത് കോഴ്സ് വേണം, ആ കോഴ്സിന് ആ യൂണിവേഴ്സിറ്റി ഡിമാൻഡ് ചെയ്യുന്ന പേപ്പർ ഏതൊക്കെയാണ് എന്നുള്ളത് അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയും അത് സെലക്ട് ചെയ്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. സർ പറഞ്ഞല്ലോ മെയ് മാസത്തിലാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ CUET പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ഏത് മാസം മുതലാണ് പഠിച്ചു തുടങ്ങേണ്ടത്? ഇപ്പോൾ 15 ലക്ഷത്തോളം പേരാണ് ഈ എക്സാം എഴുതുന്നത്. ഏകദേശം 3 ലക്ഷം സീറ്റിന് വേണ്ടിയിട്ട് 15 ലക്ഷത്തോളം പേര് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വന്ന കണക്കുകൾ പ്രകാരം 2025 ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ 71,000 സീറ്റിലേക്ക് 2.5 ലക്ഷം ആപ്ലിക്കേഷൻസാണ് വന്നിട്ടുള്ളത്. അതും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ലേഡി ശ്രീറാം കോളേജിലേക്കാണ്, ഇത്തവണത്തെ ഏറ്റവും വലിയ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിലേക്ക്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു എക്സാമാണിത്. അപ്പോൾ അത്രയും തന്നെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഇതിനാവശ്യമാണ്. നമ്മൾ ഐഡിയലായിട്ട് പറയുകയാണെങ്കിൽ +1ൻ്റെ കൂടെയോ +2ൻ്റെ കൂടെയോ അതിൻ്റെ സിലബസിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഐഡിയലായിട്ടുള്ളത്. ചില സ്റ്റുഡൻസ് വളരെ സേഫായിട്ട് 8 മുതൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏർലി പ്രിപ്പറേഷൻ സ്റ്റേജിൽ നിങ്ങളെ സഹായിക്കാൻ ലെജൻഡറി IAS മെൻറ്ററിന് സാധിക്കും. ലെജൻഡറി IAS മെൻറ്റർ എങ്ങനെയാണ് CUET പ്രിപ്പറേഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്? CUET ഏർലി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ സഹായിക്കാൻ ലെജൻഡറി IAS മെൻറ്റർ CUET അഗ്നി പ്രൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 8 മുതലുള്ള സ്റ്റുഡൻസിന് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ CUET പ്രിപ്പയർ ചെയ്യാനും അതിലൂടെ സിവിൽ സർവീസിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാനും സഹായിക്കും. അതിനായി സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത സാറിന് നന്ദി.